രാജി ആവശ്യപ്പെട്ടിട്ടില്ല, എന്നോട് ആരും രാജി ചോദിച്ചില്ല എന്നായിരുന്നു ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. എന്നാൽ ഇന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറയുന്നത് കൂടി ഒന്ന് കേൾക്കാം. യഥാർത്ഥത്തിൽ രാജി തീരുമാനം പാർട്ടിയുടെ തീരുമാനമായിരുന്നു എന്നാണ് ഇന്ന് വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുവെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. സ്ഥിരീകരിക്കുകയാണ്. എന്നാൽ അതേസമയം ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് രാജി എന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പാർട്ടി തീരുമാനപ്രകാരമായിരുന്നു രാജി എന്നാണ് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറയുന്നത്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി തന്നെ അത് കാണണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നലത്തെ ആ വലിയ ഷോയ്ക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാതെ പറഞ്ഞു പോയതാണോ, അതല്ല മനഃപൂർവ്വം അദ്ദേഹം വീണ്ടും പഴയതുപോലെയുള്ള വാദം ഉന്നയിക്കുകയായിരുന്നു? പാർട്ടി തീരുമാനപ്രകാരമായിരുന്നു രാജിയെങ്കിൽ അത് പാർട്ടിക്ക് കൊടുക്കുന്ന ആവേശം ചെറുതല്ലല്ലോ. അങ്ങനെ ഒരു പാർട്ടിയാണെന്ന് പറയണമെങ്കിൽ പാർട്ടിയല്ലേ ആ തീരുമാനമെടുക്കേണ്ടത്. നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഹൈക്കമാൻഡിൽ നിന്നുള്ള നിർദ്ദേശം കെ.പി.സി.സിക്കും, കെ.പി.സി.സിയിൽ നിന്നുള്ള നിർദ്ദേശം രാഹുൽ മാങ്കൂട്ടത്തിലും പോയി. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാൻ നിർബന്ധിതനായത്. നമ്മൾ ശബ്ദ സംഭാഷണം പുറത്തുവിടുന്നതുവരെയും രാജി ഒരു കാരണവശാലും വഴങ്ങില്ലെന്ന നിലപാടായിരുന്നു. മാത്രമല്ല, എന്തെങ്കിലും ഇനി പരാതികൾ പുറത്തു വന്നാൽ അബിൻ വർക്കിക്ക് താൽക്കാലിക ചുമതല കൊടുത്ത് ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാമെന്ന നിലപാടായിരുന്നു. ശബ്ദ സംഭാഷണം പുറത്തു വന്നപ്പോൾ അതിപ്പോൾ പാലക്കാട് നിന്നുള്ള എം.പി. പറയുന്നത് പോലെ ശബ്ദ സംഭാഷണമൊന്നുമല്ല, അതിനൊക്കെ ഒരു പരിധിയില്ലേ എം.പി. സാർ? ഇത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ശബ്ദം തന്നെയായിരുന്നു. അതിനെ തുടർന്നാണ് പാർട്ടി തീരുമാനപ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാൻ നിർബന്ധിതനാവുന്നത്. അങ്ങനെയാണ് 1:30 മാധ്യമങ്ങളെ കണ്ട് വളരെ നാടകീയമായി താൻ രാജി പ്രഖ്യാപിക്കുന്നത്. ഒരു നാടകത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പാർട്ടി പറഞ്ഞു രാജിവെക്കുക, വേറെ പണിയില്ല, വേറെ വഴിയില്ല. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മളോട് പറഞ്ഞത് പാർട്ടി തീരുമാനപ്രകാരമല്ല രാജി, ഞാൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാതിരിക്കാൻ വേണ്ടി രാജിവെക്കുന്നു, എന്നോട് ആരും രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ്. എന്നാൽ വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറയുന്നത് അങ്ങനെയല്ലല്ലോ, പാർട്ടി തീരുമാനപ്രകാരമായിരുന്നു രാജി എന്ന് തന്നെയല്ലേ? അരുൺകുമാർ, തീർച്ചയായും ഇപ്പോൾ പാലക്കാട് എം.പി. ആയിട്ടുള്ള വി.കെ. ശ്രീകണ്ഠൻ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. രാഹുലിന്റെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നുള്ള രാജി അത് കോൺഗ്രസ് ആവശ്യപ്പെട്ടാണ്, അത് പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വി.കെ. ശ്രീകണ്ഠൻ എം.പി. വ്യക്തമാക്കിയിട്ടുള്ളത്. രാജി അച്ചടക്ക നടപടിയുടെ ഭാഗമാണ്, രാജി പാർട്ടി ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെയാണ് രാഹുൽ ഈ സ്ഥാനങ്ങൾ രാജിവെച്ചതെന്നുള്ളതാണ് ഇപ്പോൾ എം.പി. വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ രാഹുലിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടലാണ്, എല്ലാം പുകമറ മാത്രമാണ്. പക്ഷേ ആ പുകമറ ആണെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് അത്തരത്തിലൊരു നടപടി എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അത് രാജി ആവശ്യപ്പെടുന്ന ഒരു നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. അങ്ങനെ കൃത്യമായി തന്നെ എ.ഐ.സി.സി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ടാണ് ഈ രാജി ആവശ്യപ്പെട്ടതെന്നുള്ളതാണ് ഇപ്പോൾ വി.കെ. ശ്രീകണ്ഠൻ എം.പി. തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ള ആരോപണം വന്ന ഉടൻ തന്നെ പാർട്ടി നടപടിയെടുത്തു. രാഹുലിനെതിരെ പരാതി ഉണ്ടോ, പരാതി കൊടുത്താൽ പരിശോധിക്കാൻ സംവിധാനമുണ്ട്, രാഹുലിന് ജാഗ്രത കുറവുണ്ടായോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടിയിലെ ഈ പരിശോധനയിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറയുന്നത്. കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തും വരെ രാഹുൽ കുറ്റക്കാരനല്ല. പക്ഷേ പാർട്ടി ഒരു ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അധ്യക്ഷ പദവി ഒഴിയാനുള്ള ഒരു നിർദ്ദേശം രാഹുലിന് നൽകിയത്. അതൊരു അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ്. ഇനി രാഹുലല്ല, താനല്ല, ഏത് കോൺഗ്രസ് പ്രവർത്തകനാണെങ്കിലും ഇത്തരത്തിലൊരു ആരോപണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നാൽ ആദ്യഘട്ടം അല്ലെങ്കിൽ ആ ഒരു നടപടി എന്നോളം ഇത്തരത്തിലൊരു കാര്യം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം പാർട്ടി നൽകും. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്.